10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയാണ്? 10 സംഖ്യകളുടെ ശരാശരി 12. ആകെ 10 സംഖ്യകളുണ്ടായിരുന്നു, അതിൻ്റെ ആവറേജ് 12 ആണ്. ഇനി എന്താ ചെയ്യണം? ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറയ്ക്കുകയാണ്. പുതിയ ആവറേജ് എന്തായിരിക്കും കാണണം. നമുക്ക് ആവറേജ് കാണാനുള്ള സൂത്രവാക്യം ശരാശരി കാണാൻ തുക ബൈ എണ്ണം. ശരാശരി സമം തുക ബൈ എണ്ണം. ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ. ഇതിന്ന് സമ്മ് കാണാനോ ബൈ എൻ എടുത്താൽ മതി. തുക സമം എ ഇൻറ്റു എൻ. എ ഇൻറ്റു എൻ. ഇപ്പോൾ ശരാശരി സമം തുക ബൈ എണ്ണം, തുക സമം ശരാശരി ഇൻറ്റു എണ്ണം. ഈ സൂത്രവാക്യം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 10 സംഖ്യകളുടെ ശരാശരി 12. അപ്പോൾ എണ്ണം 10, ശരാശരി 12. നമുക്ക് ഇതിന്ന് തുക കാണാം. എണ്ണം 10, ശരാശരി 12. അപ്പോൾ തുക എത്ര വരിക? ഗുണിക്കുക വേണ്ട. 10 ഇൻറ്റു 12 120. ഇതാണ് ആദ്യ തുക. ഈ 10 സംഖ്യകളുടെ ആദ്യ തുക 120 ആയിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറയ്ക്കുകയാണ്. എത്ര സംഖ്യയുണ്ട്? 10 സംഖ്യ. ഈ 10 സംഖ്യയിൽ നിന്നും 3 വീതം കുറയ്ക്കുകയാണ്. അപ്പോൾ എത്ര കുറയ്ക്കണം? 10 ഇൻറ്റു 3 കുറയ്ക്കണം. ഓരോ സംഖ്യയിൽ നിന്നും 3 കുറയ്ക്കണം. 10 ഇൻറ്റു 3 എന്ത് ചെയ്യണത്? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചു. ഇതാണ് ഇപ്പോൾ എന്ത്? പുതിയ തുക. ആദ്യം തുക 120 ഉണ്ടായിരുന്നു, പക്ഷേ ഓരോന്നിനും 3 വീതം കുറച്ചുമല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ തുക. ഇപ്പോഴത്തെ ശരാശരി കാണണം. ഇതാണ് പുതിയ തുക. അതിൻ്റെ ശരാശരി കാണാൻ എന്താ ചെയ്യേണ്ടത്? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. എണ്ണം എത്ര? എണ്ണം 10 തന്നെയാണ്. മാറ്റമൊന്നും വന്നിട്ടില്ല. എണ്ണത്തിലൊരു മാറ്റവും വരുത്തിയില്ല. അപ്പോൾ ബൈ 10. അപ്പോൾ 120 കുറയ്ക്കണം. 10 ഇൻറ്റു 3 30 ബൈ 10. ഇത് കുറയ്ക്കുമ്പോൾ 90 ബൈ 10. ഉത്തരം 9 ആണ്. ഇനി ഇത് കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇതുപോലത്തെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യ ശരാശരി എത്രയാണ്? 12. ഓരോ സംഖ്യയിൽ നിന്നും എത്രയാണ് കുറയ്ക്കണത്? 3. അതാണ് കുറച്ചാൽ മതി. ആദ്യ ശരാശരി എത്രയാണോ അതിൽ നിന്ന് എത്ര വീതമാണ് കുറയ്ക്കണത് അതാണ് കുറയ്ക്കുക. 12 നിന്ന് 3 കുറച്ചാൽ ഉത്തരം 9.